ഹായ് ഫോക്സ്. സോ ഞാൻ ടെലഗ്രാം ചാനലിൽ പറഞ്ഞ പോലെ അതേപോലെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ നമുക്ക് ഓരോ ദിവസത്തിൻ്റെയും ട്രേഡിൻ്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണും അതേപോലെ ഓരോ ദിവസവും നിങ്ങൾക്ക് എവിടെയൊക്കെ ട്രേഡ് എൻട്രി ചെയ്യാമായിരുന്നു എന്നും അതേപോലെ നമുക്കിപ്പോൾ ഒരു ട്രേഡിൻ്റെ എൻട്രി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് എവിടെ എൻട്രി ചെയ്യാം, തേർഡ് ആയിട്ട് നമുക്ക് എവിടെ എൻട്രി ചെയ്യായിരുന്നു, അതേപോലെ നമുക്ക് ഇപ്പോൾ ഒരു ഹയസ്റ്റ് പ്രോബബിലിറ്റി PDRS ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻവേർഷൻ ഫെയർ വാല്യൂ ബ്രേക്കർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഡേയിലെയും നമ്മൾ ലൈക്ക് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഞാനത് ഫെബ്രുവരി 10 തൊട്ട് ഡെയിലി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുവരെ നമ്മൾ ലൈക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫെബ്രുവരി 10 മുമ്പ് നമ്മുടെ ഫോറക്സ് മാസ്റ്റർ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിന് ആ ഒരു ഫോറക്സ് മാസ്റ്റർ ക്ലാസ് കാണാവുന്നതാണ്. അതേപോലെ നമുക്ക് ടെലഗ്രാം ചാനലും ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എനിക്കിവിടെ പറയാനുള്ളത്, നമുക്ക് മൺഡേ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഹോളിഡേ ഡേ ആയിരുന്നു. സോ എനിക്ക് ഗ്രൂപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടായിരുന്നു മൺഡേയും നിങ്ങൾ ട്രേഡ്സ് എടുത്തതായിട്ടും. അപ്പം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം ഗോൾഡിലും അതേപോലെ യൂറോ USD ഒക്കെ ട്രേഡ് എടുത്ത് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ഒരു റൂളും നിങ്ങളുടെ സിസ്റ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ഹോളിഡേ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനും എൻ്റെ ടീമും ഞങ്ങൾ ബാങ്ക് ഹോളിഡേയ്സിൽ ട്രേഡ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾക്ക് വോളിയം വേണം ട്രേഡ് ചെയ്യാൻ. സോ ഞങ്ങൾ ഹോളിഡേയ്സിൽ ട്രേഡ് ചെയ്യാറില്ല. അപ്പം നമുക്ക് മൺഡേയിലത്തെ ക്യാൻഡിലും ട്യൂസ്ഡേയിലത്തെ ക്യാൻഡിലും ഒരൊറ്റ ക്യാൻഡിലായിട്ടാണ് ഫോം ആയിരിക്കുന്നത്. അപ്പം നമുക്ക് മൺഡേ കാരണം ഹോളിഡേ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി നടന്നൊരു ഓവറോൾ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ നോക്കുവാണെങ്കിൽ നമുക്ക് ES പ്രീവിയസ് ഇയർലി ഹൈ എടുത്തിരുന്നു. അതേപോലെ പ്രീവിയസ് മന്ത് ഹൈ എടുത്തിരുന്നു. അതൊരു ഇയർലി SMT ആയിരുന്നു ഫോം ചെയ്തിരുന്നത് ഹൈയുടെ അവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു ഹൈ ടൈമിൽ തന്നെ നമ്മളൊരു ലോവർ പ്രൈസസ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് സ്റ്റിൽ പ്രൈസസ് അവിടെ കിടന്ന് നാഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളൊരു വീക്ക്ലി റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ പ്രൈസ് നമ്മളെ പ്രീവിയസ് ഇയർലി ഹൈയുടെ അടുത്താണ് ക്ലോസർ ആയിട്ട് നിൽക്കുന്നത്. സോ പ്രീവിയസ് ഇയർലി ലോ അല്ലെങ്കിൽ നമ്മൾ ഡിസംബർ ലോ, പ്രീവിയസ് ഇയർലി ലോ അല്ല, നമ്മൾ ഡിസംബർ ലോ ടാപ്പ് ചെയ്യുന്നത് ചിലപ്പം ഹൈ എടുത്തിട്ടായിരിക്കും. നമ്മൾ ഡിസംബർ ലോ ടാപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം ഓഫ് ഫോളിൽ ആ ഒരു ഫോളിൻ്റെ ഇവന്റ് ക്രിയേറ്റ് ആവുന്നത് അവരൊരു ന്യൂസ് ഇവന്റ് ഉണ്ടാക്കും. ആ ഒരു ന്യൂസ് ഇവന്റിന്റെ ബേസിൽ അവർ ആ ന്യൂസ് കാരണമാണ് പ്രൈസ് താഴോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് പബ്ലിക്കിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ നമ്മുടെ പ്രൈസ് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് താഴെ കൊണ്ടുപോകുന്നത്. സോ നമ്മുടെ ഓവറോൾ ഒരു ബയാസിന്റെ ഇത് വെച്ചിട്ട് നമുക്കപ്പം നമ്മൾ ഇവിടം വരെ നമുക്ക് നോർമൽ ഡേ ആയിരുന്നു. ഇതൊരു ഫ്രൈഡേ ക്ലോസ് ആയിരുന്നു. സോ നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു നോർമൽ ട്രേഡിംഗ് രീതിയിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ വീക്കിന്റെ എന്താ പറയാ, നമ്മളൊരു ഫ്രൈഡേ വീക്കിൽ വന്നു, ഈ ഒരു ലോ മാർക്ക് ചെയ്തു, ഈ ഒരു ഹൈ മാർക്ക് ചെയ്തു. നമ്മൾ പ്രീവിയസ് ഫ്രൈഡേ ലോയും ഫ്രൈഡേ ഹൈയും മാർക്ക് ചെയ്തു. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഓപ്പൺ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള ടാരിഫിന്റെ ഇഷ്യൂസ്, ഗ്രീൻലാൻഡിന്റെ ഇഷ്യൂസ്, ഇറാന്റെ ഇഷ്യൂസ്, ആ ഇഷ്യൂസ് എല്ലാം കാരണം നമുക്കറിയായിരുന്നു ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ഓപ്പൺ ആവാൻ പോകുന്നത്. പക്ഷേ വി നെവർ എക്സ്പെക്റ്റഡ് ഇത്രയും വലിയൊരു ഗ്യാപ്പും, അങ്ങനെ ഒരു ഗ്യാപ്പല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് മൺഡേ ഉണ്ടായിരുന്ന പ്രൈസ് ആക്ഷൻ വെച്ചാൽ മൺഡേ പ്യൂർലി നമ്മളൊരു ഒബ്സർവിങ് ആയിരുന്നു. നമ്മൾ മൺഡേ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ടീം ആരും ട്രേഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ മൺഡേ നമുക്കൊരു ഏഷ്യൻ അക്യുമുലേറ്റ് ചെയ്തു, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്തു, റിവേഴ്സൽ കിട്ടി, ന്യൂയോർക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ആയി. മൺഡേയിലെ പ്രൈസ് ആക്ഷൻ ഞാൻ ലോവർ ടൈം ഫ്രെയിംസിൽ കാണിച്ചു തരാം. ഞാൻ മൺഡേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം മൺഡേ ബാങ്ക് ഹോളിഡേ ആയിരുന്നു. നിങ്ങൾക്ക് ട്രേഡ്സ് കാണാൻ പറ്റിയ ഇറ്റ്സ് ഗുഡ്. അപ്പം ഏഷ്യൻ ലണ്ടൻ മാനിപ്പുലേഷൻ, നമുക്ക് ന്യൂയോർക്കിൽ റിവേഴ്സൽ കിട്ടി, ലണ്ടൻ ലോ എടുത്തിട്ട് പ്രൈസ് എന്താ പറയാ ലണ്ടന്റെ ഹൈ എടുത്തിട്ടാണ് അന്നത്തെ ഒരു ദിവസം ക്ലോസ് ചെയ്തത്. സോ ഞാൻ മൺഡേയിലത്തെ പ്രൈസ് ആക്ഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ട്യൂസ്ഡേ, നമുക്ക് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഏഷ്യൻ സെഷനിൽ ഓപ്പൺ ആയി. നമുക്ക് ഇത് 15 മിനിറ്റ് ചാർട്ടാണ്, ഇത് 1 അവറിന്റെ ചാർട്ടാണ്. ഓക്കെ ഗൈസ്, ഈ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഗ്യാപ്പ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതായിട്ട് കാണണമെങ്കിൽ നമ്മുടെ പഴയ ഫ്രൈഡേ ക്യാൻഡിൽ ക്ലോസ് ആയത് ഇവിടെയും മൺഡേ ക്യാൻഡിൽ ഓപ്പൺ ആയത് ഇവിടെയാണ്. ഇത്രയും നമ്മുടെ ഗ്യാപ്പാണ്. സോ ബാക്കി മാർക്കിങ്സ് ഒക്കെ കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്യേണ്ട. ഇതൊക്കെ ഞാൻ നവംബറിൽ ചെയ്ത മാർക്കിങ്സ് ആണ്. ആ നവംബറിലെ പോയിന്റ്സിൽ നമുക്ക് ഇപ്പോഴാണ് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തത്. അതെന്താണെന്ന് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാവുന്ന കാര്യമാണ്. സോ നമ്മുടെ പ്രൈസ് ആക്ഷനിൽ വരുവാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ചാർട്ട് നോക്കാം. ഏഷ്യ സെഷൻ ഓപ്പൺ ആയത് നമ്മുടെ മൺഡേ ഉച്ചയ്ക്കാണ് ക്ലോസ് ആയത് മാർക്കറ്റ്. അപ്പോൾ മൺഡേ ക്ലോസ് ആയ ടൈമിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ സെഷൻ ഓപ്പൺ ആയി. ഏഷ്യൻ സെഷൻ അവിടുന്ന് താഴോട്ട് പോയി. എക്സാക്ട്ലി ഒരു 12:30 മിഡ് നൈറ്റ് ഓപ്പണിംഗ് ആയപ്പം നമുക്ക് നമ്മളെ
പവർ ഓഫ് 3 ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും, ഹൈ ലോ ക്ലോസ്. അപ്പം മിഡ് നൈറ്റ് ഓപ്പൺ ആയി, 1 സെക്കൻഡ്, നമുക്ക് മിഡ് നൈറ്റ് ഓപ്പൺ ആയി, നമുക്ക് ഒരു ചെറിയ വിക്ക് തന്നു, പ്രൈസ് നേരെ താഴോട്ട് പോയി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഓവറോൾ ഏഷ്യൻ സെഷൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. സോ മിഡ് നൈറ്റ് ഓപ്പൺ ആയി, പ്രൈസ് മുകളിലോട്ട് പോയി, അപ്പൊ തൊട്ട് മാർക്കറ്റ് ഡ്രോപ്പ് ആവാൻ തുടങ്ങി. ലണ്ടനിൽ ഒരു റിട്രേസ്മെന്റ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു, അവിടുന്ന് പിന്നെയും ഡ്രോപ്പ് ആയി. നമുക്കൊരു അവർലി ഇംബാലൻസ്, നമുക്ക് നവംബറിൽ ക്രിയേറ്റ് ആയ ഒരു അവർലി ഇംബാലൻസിലാണ്. അതിന്റെ കൂടെ പോരാത്തന്നെ നമുക്ക് ആ ഒരു വഴിയിൽ നിന്ന് എല്ലാ ലിക്വിഡിറ്റിയും എടുത്തിട്ടാണ് നമുക്ക് പ്രൈസ് ഈ അവർലി ഇംബാലൻസിൽ വന്ന് ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു. എക്സാക്ട് നമ്മുടെ മാനിപ്പുലേഷൻ അവസാനിച്ചത് നമ്മുടെ എന്താ പറയാ ഒരു മാക്രോ ടൈമിങ്ങിന്റെ ജസ്റ്റ് മുമ്പായിരുന്നു. എന്നിട്ട് കറക്റ്റ് മാക്രോ ടൈമിങ്ങിൽ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത ഒരു മാക്രോ ടൈമിങ്ങിന്റെ അകത്തേക്ക് പോവാം. നമുക്ക് ലണ്ടന്റെ റിവേഴ്സൽ നോക്കാം. ലണ്ടന്റെ റിവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ മാർക്കറ്റ് മേക്കർ മോഡൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നിട്ട് അവിടുന്ന് നമുക്കൊരു സ്പെസിഫിക് SMR നിങ്ങൾ നോക്കണം. ആ ഒരു SMR നോക്കിയിട്ടാണ് നമ്മൾ അവിടുന്ന് റിവേഴ്സൽ കണ്ടുപിടിച്ച് നമ്മൾ അവിടുന്ന് ഒരു എൻട്രി പ്ലേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ എനിക്കിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈസ് നമ്മുടെ എന്താ പറയാ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് അവസാനിച്ചത് ഈ ഒരു പോയിന്റിലാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് പ്രൈസ് ഡിസ്റ്റോർഷൻ സ്റ്റാർട്ട് ചെയ്തു. എക്സാക്ട്ലി മാക്രോ ടൈം സ്റ്റാർട്ട് ആയത് ഇവിടാണ്. മാക്രോ ടൈം സ്റ്റാർട്ട് ആയപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഈ ലോസ് എടുത്തു. അപ്പൊ നിങ്ങൾ ഇവിടെ ബ്രേക്കർ ഫോം ആയി എന്നും പറഞ്ഞ് നിങ്ങൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തവർ ഇവിടെ എൻട്രി ചെയ്ത് കാണും, അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണും. അപ്പൊ എനിക്ക് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ടെലഗ്രാമിൽ, ഞാൻ എൻട്രി ചെയ്തു, അപ്പൊ എന്നെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് തിരിച്ച് പ്രൈസ് പോയിന്ന്. അത് സ്റ്റിൽ ഒരു മാക്രോ ടൈമിങ്ങിലായിരുന്നു എൻട്രി ചെയ്യുന്നത്. അപ്പോഴെന്താ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് പോയെന്ന് വെച്ചാൽ, ലൈക്ക് വലിയൊരു പ്രൈസ് ഫോളിന് ശേഷം, പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മാനിപ്പുലേഷൻ, അടുത്തൊരു മാക്രോ ടൈമിങ്ങിലായിരിക്കും നമ്മുടെ ഒരു വട്ടവും കൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ഫേക്ക് ബ്രേക്കേഴ്സും എല്ലാം എടുത്തിട്ടായിരിക്കും പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. ഇതൊരു ഹൈ പ്രൈസ്, ലൈക്ക് ഒരു അധികം വോളറ്റാലിറ്റി ഇല്ലാത്തൊരു ടൈം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ലണ്ടൻ ഓപ്പൺ ചെയ്ത ഒരു 3rd അവർ, അല്ലെങ്കിൽ ഇപ്പം ന്യൂയോർക്ക് ഓപ്പൺ ചെയ്ത ഒരു ലഞ്ച് അവറിലോട്ട് പോകുന്ന ടൈമിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ. അതപ്പോൾ കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മാക്രോ ആയിരിക്കത്തില്ല ഡെലിവറി ചെയ്യുന്നത്, നിങ്ങളുടെ സെക്കൻഡ് മാക്രോ ആയിരിക്കും. ആ ഒരു അവർ മൊത്തം പ്രൈസ് കൺസോൾഡേറ്റും ടൈം ഡിസ്റ്റോർഷനും ആയിരിക്കും. അപ്പോൾ ഇവിടെ പക്ഷെ നമുക്ക് ആ ഒരു സിനാരിയോ അല്ല. നമുക്കിവിടെ ഇത് വന്നു, നമ്മുടെ മാക്രോയിൽ നമുക്ക് ഈ ഒരു ലോവർ ലിക്വിഡിറ്റീസ് എടുത്തു. അതോടെ നമ്മുടെ ഈ ഒരു റെഡ് ക്യാൻഡിലിനെ പ്രൈസ് പ്ലേസ് എന്താ പറയുക മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയി മാറുവാണ്. ചുമ്മാതല്ല ഇത് ഓർഡർ ബ്ലോക്ക് ആയത്. ഈ ഒരു റെഡ് ക്യാൻഡിലിനെ നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽസ് ഡിസ്പ്ലേസ് എന്നല്ല, അതിനെ പാസ് ചെയ്ത് പ്രൈസ് ക്ലോസ് ആകുമ്പോൾ അതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഓർഡർ ബ്ലോക്കിന്റെ മീൻ ത്രഷ് ആണ് ഈ ഒരു 50%. സോറി, ഓർഡർ ബ്ലോക്കിന്റെ മീൻ ത്രഷ് ആണ് 50%. സോ ആ ഒരു 50%ലേക്കാണ് പിന്നീട് പ്രൈസ് വന്ന് എൻട്രി തന്നിട്ട് ഫൈനലായിട്ട് 50% ടാപ്പ് ചെയ്താണ് പ്രൈസ് പോയിരിക്കുന്നത്. സോ അഡ്വാൻസ്ഡ് ട്രേഡേഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ ലിക്വിഡിറ്റി ഗ്രാബ് 450ക്ക് നടന്നാൽ നിങ്ങൾക്ക് അടുത്തൊരു ഓർഡർ ബ്ലോക്കിന്റെ ക്രിയേഷൻ ആയിട്ട് നോക്കാം. ഓർഡർ ബ്ലോക്ക് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുവാണ് ഓർഡർ ബ്ലോക്കിന്റെ ക്രിയേഷൻ. ഓർഡർ ബ്ലോക്കിലേക്ക് പിന്നെ പ്രൈസ് ടാപ്പ് ചെയ്തത് ഈ ക്യാൻഡിൽ ടാപ്പ് ചെയ്തു, ഈ ക്യാൻഡിൽ ടാപ്പ് ചെയ്തു, ഈ ക്യാൻഡിൽ, മൊത്തം 3 പ്രാവശ്യം ക്യാൻഡിൽ ടാപ്പ് ചെയ്തു. 3 ഡ്രൈവ് പാറ്റേൺ ഫോം ആയി. ആ ഒരു 3 ഡ്രൈവ് പാറ്റേണിൽ പ്രൈസ് പോയി. പ്രൈസ് ഈ ഹൈ എടുത്തു, ഈ ഒരു റിലേറ്റീവ്ലി ഈക്വൽ ആയിട്ടുള്ള ഈ ഹൈസ് ഫുള്ള് നമ്മുടെ മാർക്കറ്റ്സ് ടാപ്പ് ചെയ്തു. അതിനുശേഷം തിരിച്ചും നമ്മുടെ ആ ഒരു പ്രൈസിലേക്ക്, ആ ഒരു ഈ ഹൈ തൊട്ടുള്ള ഈ ലോ വരെയുള്ള റേഞ്ചിലേക്ക് വന്നു. ഇതൊരു സ്വിംഗ് ലോസ്, ഇതൊരു ഡീലിംഗ് റേഞ്ച് ആണോ, ഇതൊരു റേഞ്ച് ആണോ? ഓഫ് കോഴ്സ് യെസ്. കാരണം ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു, ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു. അതിന്റെ കൂടെ നമുക്ക് പ്രൈസ് ആ ഒരു തിരിച്ചാ റേഞ്ചിലേക്ക് വന്നു. ആ തിരിച്ചാ റേഞ്ചിൽ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓർഡർ ബ്ലോക്കിന്റെ മീൻ ത്രഷോൾഡ് ആയിരുന്നു. ഓക്കെ, ഇതാണ് ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു വേ ഓഫ് എക്സ്പ്ലനേഷൻ. നമ്മുടെ സെക്കൻഡ് എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു മാക്രോ ടൈമിങ്ങിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു, സോറി നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവാൻ ഇത് ക്യാൻഡിലാണ്. നമുക്ക് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ടാപ്പ് ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യം ടാപ്പ് ചെയ്തു, നാലാമത്തെ പ്രാവശ്യം ടാപ്പ് ചെയ്തു, പ്രൈസ് പിന്നെ നിന്നില്ല. അപ്പം ഫൈനൽ എക്സ്പാൻഷൻ 5.5 സോ
ഓർഡർ ബ്ലോക്ക് നോക്കാത്തവർക്ക് നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ്, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ അവർലി എന്താ പറയാ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. ആ അവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് നമ്മുടെ പ്രൈസ് മാക്രോ ടൈമിങ്ങിന് മുമ്പ് എത്തി, പ്രൈസ് മാക്രോ വരെ ടൈം ഡിസ്റ്റോർട്ട് ആയി, അതിനുശേഷം നമുക്ക് ഫൈനലായിട്ട് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തിട്ട് പ്രൈസ് നമ്മുടെ ഒരു ഷോർട്ട് ടേം ഹൈ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ടേം ഹൈ എന്നുള്ള ഒരു ഹൈ ക്രാക്ക് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തു, അതൊരു റേഞ്ചായി മാറി. അപ്പൊ നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ആണ്. OTE എൻട്രീസ് ഒക്കെ ചെയ്യുന്നവർക്കുള്ളതാണ്. നമുക്ക് ആ ഒരു റേഞ്ചിന്റെ നിങ്ങളുടെ OTE ലെവൽ ഓഫ് റേഞ്ചിൽ നമുക്ക് എൻട്രി വന്നു. ആ OTE നോക്കുന്നവർക്കുള്ളതാണ്. അപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് OTE നമുക്ക് നേക്കഡായിട്ട് കാണാന്ന്. നമ്മുടെ ആ ഒരു റേഞ്ചിനകത്ത് പ്രൈസ് തിരിച്ച് റീടാഗ് ആയി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഓർഡർ ബ്ലോക്ക് നോക്കുന്നവർക്കുള്ളത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുന്നവർക്കുള്ളത് ഞാൻ പറഞ്ഞു, മൂന്നാമത് നമ്മൾ OTE ബേസ്ഡ് എൻട്രീസ് നോക്കുന്നവർക്കുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സംശയമായിരിക്കും നിങ്ങൾ ബ്രേക്കർ ഫോർമേഷൻ എങ്ങനെയാണെന്ന്. ഇതാണോ ബ്രേക്കർ ഫോർമേഷൻ? അപ്പൊ ഇപ്പുറത്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നില്ലല്ലോ, ഇപ്പുറത്ത് ഡിസ്പ്ലേസ് ആയതൊരു ഗ്യാപ്പ് വെച്ചിട്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ നമ്മുടെ ടേർട്ടിൽ സൂപ്പ് എൻട്രി ചെയ്യാത്തവർക്ക്, ഓക്കെ ഫൈൻ, ലെറ്റ് മീ ഡിസ്കസ് ടേർട്ടിൽ സൂപ്പ്. ഞാൻ ഈ ഒരു ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ടേർട്ടിൽ സൂപ്പ് എൻട്രി ആണ് ഈ എൻട്രി. നമ്മുടെ മാക്രോ ടൈമിങ്ങിൽ നമ്മുടെ പ്രൈസ് ബുള്ളിഷ് ആണ്, നിങ്ങളുടെ ബയാസ് ബുള്ളിഷ് ആണെങ്കിൽ മാക്രോ ടൈമിങ്ങിൽ ആ ഒരു പിന്നെയും പ്രൈസ് ഫോൾ ആയി ബിഫോർ തിരിച്ചു പോകുന്നതിന് മുമ്പ് പ്രൈസ് ഫോൾ ആവുന്നത് ആ ഒരു മാക്രോ ടൈമിങ്ങിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് ഗ്രാബ് ചെയ്യുന്നതിനാണ്. അപ്പൊ ആ ഒരു ഗ്രാബിങ്ങിൽ നമ്മൾ നമ്മുടെ ബൈ ഓർഡേഴ്സ് ഡയറക്ട്ലി ഒരു ബ്രേക്കറും ഒരു എന്താ പറയുക ഓർഡർ ബ്ലോക്കും ഒന്നും ഇല്ലാതെ ഡയറക്ട്ലി ഒരു റെഡ് ക്യാൻഡിലിൽ കയറി ബൈ ചെയ്യുന്നതിനാണ് നമ്മൾ ടേർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത്. ടേർട്ടിൽ സൂപ്പ്സ് എന്ന് വെച്ചാൽ എടുക്കുന്ന ലിക്വിഡിറ്റീസ് നമ്മൾ വാങ്ങിക്കുവാണ് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന സെൽ സ്റ്റോപ്സ് നമ്മുടെ ബൈ സ്റ്റോപ്പ് വെച്ച് ഫില്ല് ചെയ്യുവാണ്. അവർ സെല് ചെയ്ത പൊസിഷൻസ് നമ്മൾ ബൈ സ്റ്റോപ്പ് വെച്ച് അക്സെപ്റ്റ് ചെയ്യുവാണ്. സോ ടേർട്ടിൽ സൂപ്പ്, ഓർഡർ ബ്ലോക്ക് എൻട്രി, ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി, ഇത്രയും എൻട്രീസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ നിന്ന് കളിക്കുവാണ്. നമ്മൾ ഇതിന്റെ ഫുൾ മൂവും നമ്മൾ ന്യൂയോർക്കും ഒന്നും നോക്കിയിട്ടില്ല. അപ്പം ഇത്രയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ഈ ഒരു 50% ഡിസ്കൗണ്ടിന്റെ സാധനം മാറ്റുവാണ്. അപ്പൊ നമുക്കിനി നോക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഹൈ ഫോം ആയിരിക്കുന്ന എവിടാണ്? ഓക്കെ, ആ ഒരു ഹൈ, എനിക്ക് പറയാനുള്ള ഒരു ഹൈ ഈ ഒരു ഹൈ ആണ്. ഓക്കെ, ആ ഒരു ഹൈയുടെ മേളിൽ കൂടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിന്റ് മിസ്സായി എന്ന് പറയുന്നവർക്കുള്ളൊരു ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഹൈ ഈ ഒരു ഹൈ നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഹൈ, ആ ഒരു ഹൈ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടോ ഇല്ലയോ? പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഹൈയുടെ ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്? നിങ്ങൾ പലരും ഈ കാര്യം കണ്ടിട്ടില്ലായിരിക്കും. നിങ്ങൾ പലരും ഇങ്ങനെ അല്ലായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ബ്രേക്കർ ഇവിടെ ഫോം ആവണോ, അല്ലെങ്കിൽ ഇവിടെ ഫോം ആവണോ, അല്ലെങ്കിൽ ഇവിടെ ഫോം ആവണോ, അതാണ് നിങ്ങളുടെ നോർമൽ ബ്രേക്കർ എന്നുള്ള എനിക്ക് നിങ്ങളെ ആര് പഠിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് വളരെ ലോ റിസ്കിൽ പ്രൈസിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ഒരു ഗ്യാപ്പിൽ വന്നിരിക്കുന്ന ഒരു ഹൈ ആണ് ആ ഒരു ഹൈ. ഓക്കെ, സോ ആ ഒരു ഹൈയിൽ നമ്മുടെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തോ? യെസ്, നമ്മുടെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തു. സോ ഈ ഒരു ഗ്യാപ്പ് ആവാൻ പോകുന്നത് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻറ്റോടെ വേറൊരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിൽ പ്രൈസ് ഇത്രയും റാൻ ത്രൂ ചെയ്ത് ഫൈനൽ എൻട്രി തന്നു. നിങ്ങളുടെ ബയാസും കാര്യങ്ങളും എല്ലാം ഉറപ്പാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഇതൊരു എൻട്രി ചെയ്തിട്ടില്ല. നിങ്ങൾ അഡ്വാൻസ് ട്രേഡേഴ്സ് അല്ല. നിങ്ങൾ ഓർഡർ ബ്ലോക്ക് വിട്ടു, നിങ്ങൾ ടേർട്ടിൽ സൂപ്പ് വിട്ടു, നിങ്ങൾ OTEയിൽ കയറിയില്ല, നിങ്ങൾ എന്താ പറയാ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കയറിയില്ല. അപ്പം പ്രൈസ് നിങ്ങളുടെ ഫസ്റ്റ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടാപ്പ് ചെയ്ത് മേളിൽ പോയി. നിങ്ങളുടെ സെക്കൻഡ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇവിടെ കിടക്കുന്നത്. ആ സെക്കൻഡ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിനും നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയത് ഈ ക്യാൻഡിലാണ്. കാരണം ആ ക്യാൻഡിലാണ് ആ ഒരു ഹൈയും എടുത്തത്, ആ ഒരു എന്താ പറയാ ബോഡിയുടെ മേളിൽ ക്ലോസ് ചെയ്തതും. നിങ്ങൾക്ക് നിങ്ങളുടെ ബൈ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെയൊക്കെ മിസ്സായെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഇവിടെ വെക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബൈ പൊസിഷൻ ഇവിടെ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ്, നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി 1:2 എന്നുള്ളൊരു റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ വളരെ ലേറ്റ് ആയെങ്കിൽ നിങ്ങൾ വളരെ ഒരു എന്താ പറയുക ഒരു ഹൈയുടെ ലോയുടെ ബേസിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. സോ
നിങ്ങൾക്ക് ഇവിടെയും ഒരു എൻട്രി പോസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. IFVG-യിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻഡിൽ ക്ലോസ് ആയപ്പം നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാവുന്നതായിരുന്നു. ഇതാണ് നിങ്ങളുടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ എൻട്രി. നിങ്ങൾക്ക് താഴെ എൻട്രി കിട്ടിയില്ല, നിങ്ങൾക്ക് മേളിൽ എൻട്രി കിട്ടി. ഇതിപ്പോ എത്ര പോയിന്റിന്റെ ട്രേഡ് ആണ്? 45 പോയിന്റിന്റെ ട്രേഡ് ആണ്, 22 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ്. സോ ആക്ച്വലി നല്ലൊരു ട്രേഡാണ്, നല്ലതെന്നല്ല, ഇതാണ് ബേസിക്സ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് റിസ്ക് ടു റിവാർഡ് ട്രേഡാണ്. നിങ്ങളെ ഗോൾഡിലും എല്ലാത്തിലും കാണിക്കുന്ന ട്രേഡ്സ് ഈ ഒരു ബേസിലാണ്. നമ്മുടെ ഡെയിലി ചാർട്ട് ആ ഒരു ട്രേഡിന്റെ നോക്കുവാണെങ്കിൽ അതിനകത്ത്, സോറി, 1 hour ചാർട്ടിൽ നമുക്ക് ആ ഒരു ട്രേഡിന്റെ നോക്കുവാണെങ്കിൽ കാണാൻ പോലും ഇല്ല. അത്രയ്ക്ക് മിനിമൽ ആയിട്ടുള്ളൊരു എന്താ പറയാ ട്രേഡാണ്. നിങ്ങൾ ആ ഒരു വലിയ സുനാമിയിൽ നിങ്ങൾ ഒരു കപ്പ് വെള്ളം കോരിയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. നിങ്ങളുടെ ദിവസം കഴിഞ്ഞു, നിങ്ങൾ ഡോക്ടർമാരെ കാട്ടി കാശുണ്ടാക്കി. സോ അതും ഒരു ദിവസം കൊണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറഞ്ഞ ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഇൻവേർഷൻ കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു ഗ്യാപ്പിനെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്ത് പോയപ്പോഴായിരുന്നു. അതിനുശേഷം നിങ്ങളുടെ സെക്കൻഡ് നിങ്ങൾക്ക് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ ക്ലോസ് ആയി, നിങ്ങൾക്ക് അപ്പം തന്നെ എൻട്രി പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ക്യാൻഡിലെ ഡ്രോ ഡൗൺ, 2 ക്യാൻഡിലെ ഡ്രോ ഡൗൺ, പ്രൈസ് പിന്നെ നിങ്ങൾക്ക് ഇതേ തന്നില്ല, നിങ്ങൾക്ക് ഗോയിങ് ടു യുവർ ടേക്ക് പ്രോഫിറ്റ്. സോ ഞാൻ 2 എൻട്രി കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ബ്രേക്കർ എൻട്രി വേണം. നിങ്ങൾക്ക് അപ്പൊ ഫോം ചെയ്യുന്ന ഒരു ബ്രേക്കർ ഏതാണ്? ഈ ലോ, ഹൈ, ലോവർ ലോ. ഇത് നിങ്ങളുടെ ബ്രേക്കർ ആണോ? യെസ്. പക്ഷെ അത് ഹൈ പ്രോബബിലിറ്റി ബ്രേക്കർ ആണോ? യെസ്. പക്ഷെ ആ ഒരു ബ്രേക്കറിനെ ബേസ് ചെയ്തിട്ട് ബ്രേക്കർ ട്രേഡേഴ്സിന് ഈ ഒരു ബ്രേക്കർ ഉണ്ട്, ഓക്കെ, ആ ഒരു ബ്രേക്കർ ആണ്, നിങ്ങൾക്ക് അത് വെച്ച് ട്രേഡ് ചെയ്യാൻ ഇസ് ഇറ്റ് ഗുഡ്? നോ. ഇത് നിങ്ങൾ മാർക്ക് ചെയ്താലും, ഈ ഒരു ബ്രേക്കർ മാർക്ക് ചെയ്താലും ഇതിന്റെ ലെഫ്റ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഫോർ ഷുവർ. ഞാൻ ബ്രേക്കറിന് കളർ കൊടുക്കട്ടെ. ഈ ഒരു ബ്രേക്കർ ലെഫ്റ്റ് ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ റൈറ്റിലെ ഗ്യാപ്പ് ഫോം ആയത് പ്രൈസ് ലീവ് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ പ്രൈസിന്. അതിന് മുമ്പ് നമ്മുടെ ബ്രേക്കറിനെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ല, കാരണം വളരെ ലെത്താർജിക് ആയിട്ടുള്ള മൂവ് ആയിരുന്നു. വൺസ് ബ്രേക്കറിനെ പ്രൈസ് ലീവ് ചെയ്തിട്ട് തിരിച്ച് ബ്രേക്കറിനെ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ്, നിങ്ങൾക്ക് ബ്രേക്കർ എൻട്രി എടുക്കുന്നവർക്ക് പ്രൈസ് തിരിച്ച് ആ ഒരു എൻട്രിയിലേക്ക് റിട്രേസ് ആയിട്ടില്ല. കാരണം അവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പം അവിടെ നിങ്ങൾക്ക് ബ്രേക്കറിൽ എൻട്രി കിട്ടിയില്ല. ഈ ഒരു സിനാറിയോ നടക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സെക്കൻഡ് ബ്രേക്കർ ആണ് ഇത്. അതെങ്ങനെ ബ്രേക്കർ ആവുന്നത്? ലോ, ഹൈ, ലോവർ ലോ. ലോ, ഹൈ, ലോവർ ലോ. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ ബ്രേക്കർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് അതൊരു ബ്രേക്കർ ആണ്. എന്തുകൊണ്ടാണ്? ലോ, ഹൈ, ലോവർ ലോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് ഉണ്ടായതാണ്. അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ടാണ് മൂവ് ആയി പോയത്. നിങ്ങൾക്ക് അപ്പം IFVG-യും വന്നു, നിങ്ങൾക്ക് FVG-യും വന്നു, നിങ്ങൾക്ക് ബ്രേക്കറും ഫോം ആയി. ഇതാണ് നിങ്ങളുടെ യൂണിക്കോൺ 2022 മോഡൽ. നിങ്ങൾ അവിടെ കണ്ട പാറ്റേണും കാര്യങ്ങളും ഫോം ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി 2022 മോഡൽ ഒരു ലണ്ടൻ സെഷനിൽ ഒരു പോസ്റ്റ് ഹോളിഡേസ് ഡേയ്സിൽ ഒരു അടിപൊളി മോഡൽ നിങ്ങൾക്ക് ഇവിടെ ഫോം ആയി കിട്ടി. നിങ്ങൾക്ക് ഈ ട്രേഡ് വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ വാച്ച് ചെയ്യുന്നവര് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ട്രേഡിന് നമുക്ക് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കാം. നമുക്ക് 42 പോയിന്റ്സ് ആണ് ട്രേഡ് പോയിരിക്കുന്നത്. നമുക്ക് ഒരു പോയിന്റ് $20 ആണ്. നമുക്ക് ഒരു കോൺട്രാക്റ്റിന് നമുക്ക് ഇത്രയും എന്താ പറയാ ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ 2 അക്കൗണ്ട് കോപ്പി ട്രേഡ് ചെയ്യുവാണെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ബാക്കിയുള്ളവരുടെ ഇമാജിനേഷൻ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു ചെറിയ എമൗണ്ട് ഡോളറിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ബ്രേക്കർ ഫോമായി, നിങ്ങൾക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഗ്യാപ്പ്, ഹൈ, ഗ്യാപ്പ്. നിങ്ങൾ അത് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാറ്റേൺ ട്രേഡേഴ്സ് അല്ല, നിങ്ങൾ ലോജിക്കൽ ട്രേഡേഴ്സ് ആണ്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് അക്യുമുലേഷൻ ഇവിടെ ആയിരുന്നു, ടേർട്ടിൽ സൂപ്പ് ഇവിടെ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് അക്യുമുലേഷൻ ഇവിടെ ആയിരുന്നു, സെക്കൻഡ് സ്റ്റേജ് അക്യുമുലേഷൻ ഇവിടെ ആയിരുന്നു. നിങ്ങൾക്ക് തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും നിങ്ങൾക്ക് ഇതേ കണക്ക് തന്നെ എന്താ പറയാ സ്പെസിഫിക് ടൈം പീരിയഡ്സിൽ നിങ്ങൾക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നു. നമുക്ക് ഈ ഒരു എക്സാക്ട് പോയിന്റ് നമുക്ക് ചാർട്ട് മാറ്റിയാൽ നമുക്ക് ഈ ഒരു എക്സാക്ട് പോയിന്റിലേക്ക് വരാൻ പറ്റും. അവിടെ SMT ഉണ്ടായിരുന്നു നോക്കാം. നമ്മൾ ഒരു SMT പറ്റി സംസാരിച്ചില്ല. ബ്യൂട്ടിഫുൾ. നമ്മൾ ഏതോ നൂറ്റാണ്ടിലാണ് പോയി കിടക്കുന്നത് ഇതിനകത്ത്. നമുക്ക് ഇവിടുത്തെ SMT പറ്റി നോക്കാം. അപ്പം SMT ഫോം ആയോ നിങ്ങൾക്ക് തന്നെ നോക്കാം. അപ്പം 1 minute ഓഫ്. ലോ, ലോവർ, ഹൈ ട്രേഡിംഗ് വ്യൂ. ഇത് ശരിയാക്കണം.
ലോവർ ലോ, ഹയർ ലോ. സോ നമുക്ക് ഇവിടെ ഒരു SMT ഫോം ആയിട്ടുണ്ട്. ആ ഒരു SMT നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മുടെ മാക്രോ ടൈമിങ് ആ ഒരു ലോസ് ഫുള്ള് ക്രിയേറ്റ് ചെയ്തു, ക്ലിയർ ചെയ്തു. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ട്രേഡ്. സോ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആയ ഒരു ഇതാണ് ഇത്. ശരിക്കും ട്രേഡിംഗ് വ്യൂ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ എവിടെ നിർത്തിയോ അവിടെ തുടങ്ങണം. ട്രേഡിംഗ് വ്യൂ നമുക്കൊരു ബന്ധമില്ലാത്ത സ്ഥലത്താണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ യെസ്, അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു ട്രേഡും നിങ്ങൾക്ക് ട്രേഡ് മിസ്സായാലും നിങ്ങൾക്ക് പിന്നീട് എവിടെ എൻട്രി ചെയ്യാമെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. സോ നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് അടിച്ചു. ഞാൻ ഈ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ വെക്കാൻ കാരണം ഞാൻ ഈ ഒരു ഹൈസിന്റെ ബേസിലാണ് ഇവിടെ ടേക്ക് പ്രോഫിറ്റ് വെച്ചത്. ഇതൊരു ഹൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഹൈ ആയിട്ട് ഫീൽ ചെയ്തതല്ല, നിങ്ങൾക്ക് എല്ലാവരും കാണാം, അതൊരു ഹൈ തന്നെയാണ്. ആ ഒരു ഹൈയുടെ ബേസിലാണ് ഞാൻ ടേക്ക് പ്രോഫിറ്റ് പ്ലേസ് ചെയ്തത്. സോ ഇതാണ് എനിക്ക് ലണ്ടൻ സെഷനിൽ പറയാനുള്ള ട്രേഡ്. നമുക്ക് സൂം ഔട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് 15 മിനിറ്റിന്റെ ചാർട്ടിൽ പോകുവാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ റിവേഴ്സലാണ് നിങ്ങൾ കണ്ടത്. സോ നമുക്കിനി അടുത്ത 15 മിനിറ്റിന്റെ ചാർട്ടിൽ നമുക്കിനി ന്യൂയോർക്കിനെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ന്യൂയോർക്കിൽ നടന്നിരിക്കുന്നത് പ്രൈസ് എന്താ പറയാ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് റിജക്റ്റ് ആയി. നമുക്ക് ആ ഒരു പോയിന്റ് പ്രത്യേകിച്ച് റിജക്ഷന് പ്രത്യേകിച്ച് ഒന്നിന്റെ ആവശ്യം ലൈക്ക് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ശരിക്കും അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ 1 അവറിന്റെ ഗ്യാപ്പിന് വിക്ക് മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ. ബോഡി അതിനകത്ത് തന്നെ റെസ്പെക്റ്റീവ് ആയിരുന്നു. മാർക്കറ്റ് ഓപ്പണിന് മുമ്പ് റേഞ്ചിലേക്ക് ഒരു റിട്രേസ്മെന്റും കൂടെ തന്നിട്ട് പ്രീമിയത്തിൽ തന്നെ നിന്ന് മാർക്കറ്റ് ഓപ്പണിന്റെ പവർ യൂസ് ചെയ്ത് പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. ലണ്ടൻ ഹൈയും എടുത്തു, ഈ ഒരു ഗ്യാപ്പിലും ടാപ്പ് ചെയ്തു. പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ദിവസം ഓവർനൈറ്റിൽ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AM സെഷൻ ഉറപ്പായിട്ടും ചോപ്പി ആയിരിക്കും. ഇത് ഞാനൊരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ AM സെഷൻ നമ്മൾ ഉറപ്പായിട്ടും ചോപ്പിനെസ് തന്നെ പ്രതീക്ഷിക്കണം. AM സെഷൻ ചോപ്പി ആയാൽ നിങ്ങൾക്ക് എപ്പോഴാണ് റിയൽ പ്രൈസ് മൂവ് എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ 1050ക്കാണ്. 1050യുടെ മാക്രോയ്ക്കാണ് നിങ്ങൾക്ക് റിയൽ പ്രൈസ് മൂവ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ഒരുപാട് പേര് ചോപ്പായി പോയിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേർക്ക് ലോസസ് വന്നിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം സൂം ഇൻ ചെയ്ത് നോക്കിയാൽ 1 സെക്കൻഡ്. നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിം സൂം ഇൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ AM സെഷനിലായിരുന്നു ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. നമുക്ക് AM സെഷൻ 9:30 ഓപ്പണിങ്ങിന് നമുക്ക് മാർക്കറ്റ് ഡ്രൈവ് ചെയ്ത് മേളിൽ പോയി തിരിച്ച് താഴെ വന്നു. ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതായിരുന്നു. ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് 9:30 ഓപ്പണിന് ശേഷം ഫസ്റ്റ് വരുന്ന ഗ്യാപ്പ് ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. അപ്പം ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് കടന്ന് സീക്ക് ആൻഡ് ഡിസ്ട്രോയ്, ടൈം ഡിസ്റ്റോർഷൻ, ചോപ്പി ആയിരുന്നു AM സെഷൻ. എക്സാക്ട്ലി 10:20 ആയപ്പോൾ പ്രൈസ് മൂവ് ആവാൻ തുടങ്ങി. 10:20ക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് മൂവ് ഉണ്ടായെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒരു കോമഡി സിനാരിയോ ആണ്. സോ നമ്മുടെ എല്ലാവരും ബെയറിഷ്നെസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബെയറിഷ്നെസ് ആണ് മാർക്കറ്റ് ആക്ച്വലി ഇപ്പൊ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ 3 മണി ആയതേ ഉള്ളൂ, മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു SMT കിട്ടി. നമ്മൾ ലണ്ടൻ ഹൈ എടുത്തു, നമ്മുടെ ES നമുക്ക് ലണ്ടൻ ഹൈ എടുത്തില്ല. അപ്പം നമ്മൾ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഒരു ബെയറിഷ്നെസ് ആണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മാർക്കറ്റ് ചോപ്പി ആയിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ആയിരുന്നു അവർ ലണ്ടൻ ഹൈ എടുത്ത് നമുക്ക് SMT കിട്ടി. അപ്പം ഈ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ഗ്യാപ്പിൽ സെല് ചെയ്യാൻ നോക്കിയവരെ ടേക്ക് ഔട്ട് ചെയ്തു. തിരിച്ച് ആ ഒരു ഹൈ എടുത്തു. ഹൈ എടുത്ത ടൈം 9:51 ആണ്. ആ 9:51 കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഈ പ്രൈസ് ടാപ്പ് ചെയ്തു. ഇതാണ് റിജക്ഷൻ ബ്ലോക്ക്, ഇഫ് യു ഗൈസ് ആർ വണ്ടറിങ്. അപ്പൊ ആ റിജക്ഷൻ ബ്ലോക്ക് ടാപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ES ഈ ടൈം ഹൈ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഹൈറ്റ് ഇവിടെ ടോട്ടലി ഒരു SMT ക്ലാഷ് ആയിരുന്നു. അപ്പൊ കറക്റ്റ് റിജക്ഷൻ ബ്ലോക്ക് ആയിരുന്നു. നമ്മുടെ ബയാസ് ബെയറിഷ് ആയിരുന്നു. നിങ്ങൾക്ക് എക്സാക്ട്ലി റിജക്ഷൻ ബ്ലോക്ക് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇവിടുന്ന് സെല് ചെയ്യാം. റിജക്ഷൻ ബ്ലോക്കിന്റെ ലോയിൽ പ്രൈസ് വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഈക്വൽ ലോസിൽ ടാർഗറ്റ് ചെയ്യാം. ഇതൊരു എന്താ പറയാ ലോവസ്റ്റ് എന്താ പറയാ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലോവസ്റ്റ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നടന്നത് വെച്ചാൽ നമ്മുടെ മൈൻഡിലുണ്ട് AM സെഷൻ ഒബ്വിയസ്ലി ചോപ്പി ആയിരിക്കുമെന്ന്. സോ ഈ ഒരു പോയിന്റിൽ പ്രൈസ് റിജക്ഷൻ ബ്ലോക്ക് ടാപ്പ് ചെയ്തു. ഈ സെയിം ടൈമിൽ നാസ്ഡാക്ക് റിവേഴ്സ് ആവുമ്പം ESഉം റിവേഴ്സ് ആവും. സോ നാസ്ഡാക്കും ESഉം കൂടെ മേളിൽ SMT ഉണ്ടാക്കി റിവേഴ്സ് ആയി. ഓക്കെ ഫൈൻ, അവര് താഴെ വന്നു. പക്ഷേ ES ഈ ലോസ് എടുത്തു.
ES ഈ ലോസ് എടുത്തു എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ. ES മാത്രം ലോസ് എടുത്തു, പക്ഷെ നാസ്ഡാക്ക് ലോ എടുത്തില്ല. അത് പിന്നെയും അടുത്ത് തിരിച്ച് SMT ആയി. എല്ലാവരുടെയും ബയാസ് ബുള്ളിഷ് ആയി. ഡേ ബെയറിഷ് അല്ല, ബുള്ളിഷ് ആണെന്നുള്ള ഇതിലായി. പക്ഷെ ശരിക്കും അങ്ങനെയല്ല ശരിക്കും നടന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ AM സെഷന്റെ ചോപ്പ് അവസാനിക്കാൻ പോകുന്നത് ഒരു മാനിപ്പുലേഷനിലാണ്. കാരണം നമ്മൾ ഒന്ന് പ്രീവിയസ് ഇതിലോട്ട് നോക്കുവാണെങ്കിൽ, നമ്മൾ ഒന്ന് പ്രീവിയസ് പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് സോറി ഇതേതാ പ്രൈസ് റേഞ്ച്, 1 മിനിറ്റ്. സോ നമുക്ക് ഇതേതാണ് പ്രൈസ് റേഞ്ച്, 1 സെക്കൻഡ്. യാ, അപ്പം നമുക്ക് പ്രൈസ് എക്സ്പാൻഡ് 1 മിനിറ്റ്. ഓ യാ, അതാ ഞാൻ നോക്കുന്നത്. അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ നമുക്ക് എക്സ്പാൻഡ് ആയി, കൺസോൾട്ടേഷൻ ആയി, എക്സ്പാൻഡ് ആയി, കൺസോൾട്ടേഷൻ ആയി, എക്സ്പാൻഡ് ആയി. ആ ഒരു എക്സ്പാൻഷനിൽ നിന്നാണ് നമുക്ക് റിവേഴ്സൽ കിട്ടുന്നത്. നമുക്ക് ഒരിക്കലും ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് നമുക്ക് റിവേഴ്സൽ കിട്ടത്തില്ല. സോ ഓക്കെ, സോ ആ ഒരു ലോജിക് കാണിച്ചു തരാണ്. അപ്പം നമുക്ക് ഈ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നത് നമുക്ക് എൻഡ് ആയത് ഒരു മാനിപ്പുലേഷനിലാണ്. സോ ആ ഒരു ഹൈന്ന് നമുക്ക് റിവേഴ്സൽ ഫോം ആവും. ഒരിക്കലും കൺസോൾട്ടേഷനിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് ആവില്ല. സോ എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ. അപ്പം നമുക്ക് എന്നിട്ട് നമുക്ക് എക്സ്പാൻഷനിൽ നിന്നാണ് റിവേഴ്സൽ വരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് എന്തുകൊണ്ടാണ് പ്രൈസ് താഴോട്ട് പോയത്, നിങ്ങളുടെ എല്ലാം ബയാസ് ബെയറിഷ് ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് പ്രൈസ് താഴോട്ട് പോയിരുന്നത്, പ്രൈസ് ഡിസ്റ്റോർഷൻ കഴിഞ്ഞതിന് ശേഷം. അതെന്താ ചോപ്പി ആവാൻ കാരണം, പ്രീവിയസ് നൈറ്റ് ഓവർനൈറ്റ് സെഷൻ ഭയങ്കര വലുതായിരുന്നു. പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തില്ല. ഇവിടെ വരാതിരുന്നതിന്റെ കാരണം ES അവിടെ എത്തി, നാസ്ഡാക്ക് അവിടെ വന്നില്ല. തിരിച്ച് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു. എവിടെ ഡിസ്പ്ലേസ് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് പ്രസന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മുകളിൽ കൂടെ ഡിസ്പ്ലേസ് ചെയ്തു. തിരിച്ച് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പ്രൈസ് ലീവ് ചെയ്തു. ഇവിടെ ഈ ഒരു ട്രേഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ട്രേഡിന്റെ അകത്തേക്ക് പോകുന്നില്ല. ആ ഒരു ട്രേഡ് ഞാൻ എൻ്റെ ഇൻസൈഡ് ടീംസുമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ട്രേഡാണ്. ആ ഒരു ട്രേഡിന്റെ അകത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് ഈ ഒരു ട്രേഡ്സിനെ പറ്റി നോക്കാം. സോ പ്രൈസ് ചെന്നിട്ട് ഒരു ഹൈയിൽ ടാപ്പ് ചെയ്തു. ഈ ഒരു ഹൈ ആണ് നമ്മുടെ മിഡ് നൈറ്റ് ഓപ്പണിംഗ്. ഞാൻ ആ മിഡ് നൈറ്റ് ഓപ്പണിംഗ് മാർക്ക് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇതൊരു മിഡ് നൈറ്റ് ഓപ്പണിംഗിലാണ് പ്രൈസ് ടാപ്പ് ചെയ്തിരിക്കുന്നത്. മിഡ് നൈറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് പ്രൈസ് പോയത് നമ്മുടെ 6 AM ഓപ്പണിംഗ്. കാരണം മാർക്കറ്റ് ഓപ്പണിംഗ് 6 AM അല്ല, 6 PM ഓപ്പണിംഗ്. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 6 PM സോ 6 PM ഓപ്പണിംഗിലാണ് ഈ പ്രൈസ് ടാപ്പ് ചെയ്തത്. അതോടെ പ്രൈസിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തി. നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈങ് അല്ലെങ്കിൽ ഇത് നമ്മുടെ സസ്പെൻഷൻ ബ്ലോക്ക് ആണ്. ആ സസ്പെൻഷൻ ബ്ലോക്കിൽ പ്രൈസ് തിരിച്ച് ടാപ്പ് ചെയ്തു. പക്ഷേ ടാപ്പ് ചെയ്ത സമയം 10:42. പ്രൈസ് തിരിച്ച് റേഞ്ചിൽ വന്നു. തിരിച്ചു പോയി ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. തിരിച്ചു പോയി നമുക്ക് ഫൈനലി ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. നമുക്ക് SMT ഫോം ആയി. നമ്മുടെ ഇവിടെ നമുക്ക് 3 ക്യാൻഡിൽ റേഞ്ച് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി സെക്കൻഡ് ക്യാൻഡിൽ എടുത്തിരിക്കുന്നു. അപ്പം മാനിപ്പുലേഷനിലേക്ക് അവസാനിക്കുവാണ്. നിങ്ങളുടെ ബയാസ് സ്റ്റിൽ ആ ഒരു ദിവസത്തേക്ക് ബെയറിഷ് ആയിരുന്നുവെങ്കിൽ ന്യൂയോർക്ക് AM സെഷന്റെ നിങ്ങളുടെ ട്രേഡ് വരാൻ പോകുന്നത് 11:45 സോ ഇതും ഞാൻ എൻ്റെ ടീമോട് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഫൈനലായിട്ട് ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. എന്തുകൊണ്ട് ഇതൊരു ബ്രേക്കറായിട്ട് പോയി ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയില്ല, അതിനുള്ള കാര്യമാണ്. നമുക്ക് ടൈമിലെ പ്രൈസ് ഇതാവത്തുള്ളൂ. കറക്റ്റ് 11:40 ആയപ്പോൾ ഹൈ എടുത്തു, ഡിസ്പ്ലേസ് ആയി. ഈ ഒരു ഗ്യാപ്പിലൂടെ ഡിസ്പ്ലേസ് ആയി. സെക്കൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് റിട്രേസ് ആയി. ഇവിടെ നിങ്ങൾക്ക് സെല്ല് പ്ലേസ് ചെയ്യാമായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയുടെ മുകളിൽ. നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ലോ വരെ വെക്കാമായിരുന്നു. ഇതും ഒരു 1:2, 2.5 റേഞ്ച് ട്രേഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സെല്ല് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രൈസ് ഇവിടെ റിട്രേസ് ആയി. അതൊന്നും കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജ് എൻട്രി നിങ്ങൾക്ക് ഇവിടെ ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജ് എൻട്രി കഴിഞ്ഞ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ടാർഗറ്റ് ആവുകയായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടച്ച് ചെയ്തിട്ടില്ല. സോ ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിട്ടും കൺസിഡർ ചെയ്ത് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പും നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാമായിരുന്നു. പക്ഷെ പ്രൈസ് പിന്നെയും ഫർദർ ആയിട്ട് താഴെ പോയി. അപ്പോൾ ആ ഒരു എൻട്രി ചെയ്യേണ്ടവർക്ക് നമ്മുടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് റിട്രേസ് ആയപ്പോൾ നമുക്ക് അടുത്ത എൻട്രി 2 ഡൗൺ. സോ ഇങ്ങനെയാണ് എനിക്ക് AM സെഷൻസിന്റെ ട്രേഡ് നിങ്ങളുടെ 2022 യൂണിക്കോൺ മോഡൽസിന്റെ ബേസിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സോ ഇത് ഞാൻ മോസ്റ്റ്ലി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഡേയിൽ നിന്ന് മാറി നിൽക്കാനേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ള ഒരു സെല്ല് നല്ലൊരു ട്രേഡ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക്
എന്താ പറയാ അവര് നമുക്ക് നാസ്ഡാക്ക് അത് സെർവ് ചെയ്തില്ല, നമുക്കത് ES ആയിരുന്നു സെർവ് ചെയ്തത്. മൾട്ടിപ്പിൾ ആസറ്റ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇതൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കാണും. പക്ഷെ നമുക്ക് നാസ്ഡാക്ക് ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്തില്ല. അതിന് പകരം നാസ്ഡാക്ക് ഹാഫ് വേ സ്റ്റോപ്പായി. നാസ്ഡാക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു എന്ന്. ആൻഡ് നാസ്ഡാക്കിന്റെ പ്രൈസ് ആക്ഷന്റെ ഫുൾ റിവ്യൂ ഇതാണ്. സോ ഇപ്പം പ്രൈസ് എവിടെ നിൽക്കുന്നത് നോക്കിയാ ഇപ്പൊ പ്രൈസ് ഈ ഒരു പോയിന്റിലാണ്. ആസ് ഞാൻ പറഞ്ഞ കണക്ക് ES കുറച്ചുകൂടെ വീക്കർ ആണെന്ന്, നാസ്ഡാക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരുന്നു. നമുക്ക് നേരെ തിരിച്ചായിരുന്നു കാണേണ്ടിയിരുന്നത്. പക്ഷേ ഇങ്ങനെയാണ് ആക്ച്വലി പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മൺഡേയിലെയും ട്യൂസ്ഡേയിലെയും പ്രൈസ് ആക്ഷൻ ഇതാണ്. നിങ്ങൾക്ക് എന്തേലും ഒരു ഇൻസൈറ്റ് ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ലൈവായിട്ട് ഇപ്പം മാർക്കറ്റ് ഇപ്പൊ ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ആക്ച്വലി അപ്ലോഡ് ചെയ്യുന്നത്. അതിന് പകരം ഞാൻ ലൈവായിട്ട് ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങനെ തന്നെ പറഞ്ഞു പോയ ഒരു ദിവസം ഫിനിഷ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. സോ ഒരു ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ ഡേ എന്ന് പറയാൻ പറ്റത്തില്ല. ലണ്ടൻ അടിപൊളിയായിരുന്നു, പക്ഷെ ന്യൂയോർക്ക് കൊള്ളത്തില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ന്യൂയോർക്ക് PM സെഷൻ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്യുന്നില്ല. സോ ന്യൂയോർക്ക് ലഞ്ച് എപ്പോഴാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വൃത്തിയുടെ ദിവസമുള്ള ദിവസം നിങ്ങൾക്ക് ന്യൂയോർക്ക് ലഞ്ച് ട്രേഡ് ചെയ്യാം. കാരണം എന്താ പറയുക, പ്രൈസ് ഡിസ്റ്റോർഷൻ കഴിഞ്ഞാൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് തന്നെ ചെയ്തിരിക്കും. പ്രൈസ് ഒരിക്കലും ഒരു നോർമൽ ഡേയിൽ, ഒരു ഇവന്റും ഇല്ലാത്തൊരു നോർമൽ ഡേയിൽ പ്രൈസ് ഒരു റേഞ്ചിൽ നിന്ന് കളിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഓവറോൾ നമ്മുടെ എന്താ പറയാ അനാലിസിസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നടന്ന കാര്യം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോട്ട്സ് എടുത്ത് ചെയ്യാം. ഞാൻ വരുന്ന നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് ചെയ്യാറില്ല, ആരെയും കൺസിഡർ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളവർ നോക്കി കണ്ടുപിടുത്ത് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എൻ്റെ ടെലഗ്രാം ചാനലിലുള്ള എല്ലാവരും മോസ്റ്റ്ലി ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്നവരാണ്. നിങ്ങളുടെ എഡ്ജും കാര്യങ്ങളും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രീസും നിങ്ങളെ കുറച്ച് കോൺഫിഡൻസും മാത്രം ശരിയാക്കിയാൽ മതി. നിങ്ങൾ എല്ലാവരും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരുപാട് എനിക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് സക്സസ്സുകൾ ഷെയർ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ട്രേഡ് ലോസസ് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് എവിടെ തെറ്റിപ്പോകുന്നതെന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് എല്ലാവർക്കും ഞാൻ റെസ്പോൺസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ ഈ ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് എന്താ പറയുക അത് മേക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ അത് മേക്ക് യൂസ് ചെയ്യുന്നവർ മേക്ക് യൂസ് ചെയ്യുക. സോ ഈ ഒരു ഇയർ മാത്രമേ ഞാൻ കാണൂ ഓൺലൈനിൽ. ഈ ഒരു ഇയർ കഴിഞ്ഞാൽ ഞാൻ മാക്സിമം കണ്ടന്റ് റിലീസ് ചെയ്തിട്ട് ഞാൻ ഓഫ്ലൈനിൽ പോവാണ്. പിന്നെ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യാനും ഒന്നിനും പറ്റില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കി, ഇതിപ്പോൾ ശരിക്കും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.